ചിങ്ങം രാശിക്കാർക്ക് സാമ്പത്തികമായി അല്പം ശ്രദ്ധിക്കേണ്ട മാസമാണ്. രണ്ടാം ഭാവപതിയും ധനകാരകൻ വ്യാഴവും 12-ൽ നിൽക്കുന്നത് ചിലവിനെ വർദ്ധിപ്പിക്കും. അനാവശ്യമായ ചിലവുകൾ, ആഡംബരങ്ങൾ ഒഴിവാക്കണം. ഊഹക്കച്ചവടങ്ങൾ, ഷെയർ മാർക്കറ്റ്, പെട്ടെന്ന് ധനവാനാകുന്ന സ്കീമുകൾ എന്നിവയിൽ ധനം നിക്ഷേപിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കർമ്മമേഖലയിൽ വിദേശവാസവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക്, അന്വേഷിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഹോട്ടൽ ഇൻഡസ്ട്രി, മാർക്കറ്റിംഗ്, ബ്രാൻഡിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ, സെയിൽസ് തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കും. ആരോഗ്യപരമായി ചിങ്ങം രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. രോഗപതി ശനി അഷ്ടമത്തിൽ നിൽക്കുകയാലും ചിങ്ങത്തിൽ കേതു നിൽക്കുകയാലും അനാവശ്യമായി ചികിത്സാ വിഷയങ്ങളിൽ ധനനഷ്ടം, മനസമാധാനക്കേട് ആദി തുടങ്ങിയവ ഉണ്ടാകും. ശനിയും ഗുരുവും ദുസ്ഥിതിയിൽ ആയതിനാൽ പൊതുവെ ചിങ്ങം രാശിക്കാർ ആരോഗ്യ സാമ്പത്തിക സ്ഥിതിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. കാരണം ബിസിനസ്സിൻ്റെ ഭാവമായ കുംഭത്തിൻ്റെ അധിപൻ ശനി അഷ്ടമത്തിൽ ആണ്. എങ്കിലും റിസ്ക് മാനേജ് ചെയ്യുവാൻ വേണ്ട മുൻകരുതലുകൾ ഉണ്ടെങ്കിൽ ഭയക്കേണ്ടതില്ല. ലോജിസ്റ്റിക്സ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, സ്ക്രാപ്പ് ട്രേഡിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർ ശ്രദ്ധിക്കുക. അതായത് ഇത്തരം മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളോ കുറച്ച് ശ്രദ്ധയോടുകൂടി വേണം ഇതിലേക്ക് ഇറങ്ങുവാൻ. കാരണം ഇത്തരം മേഖലകളാണ് ശനിയുടെ മേഖലകളായിട്ട് പറയുന്നത്. ശനി ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമത്തിൽ ആയതിനാൽ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ അശ്രദ്ധമായിട്ട് തുടങ്ങിയാൽ പാളിച്ചകൾ വരുവാൻ കാരണമായി തീരാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ വിഷയത്തിൽ ചിങ്ങം രാശിക്കാർക്ക് വളരെ അനുകൂലമായ കാലയളവാണ് ജൂലൈ 2026. എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ, ഡിഫൻസ് സ്റ്റഡീസ്, ഫയർ ആൻഡ് സേഫ്റ്റി, എഞ്ചിനീയറിംഗ്, സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ ചൊവ്വയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഉപരിപഠനം നോക്കുന്നവർക്ക് വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഈ പറയുന്ന വിഷയങ്ങളുടെ കാരകനായിട്ടുള്ള ചൊവ്വ നല്ല സ്ഥിതിയിൽ ബലവാനായി നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാലയളവിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ താല്പര്യമുണ്ട് എങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതാണ്. സ്വദേശത്തും വിദേശത്തും അനുകൂലമായിട്ട് തന്നെ വരുമെന്ന് നിശ്ചയമായിട്ടും പറയാം. ഇത്രയുമാണ് ചിങ്ങം രാശിക്കാർക്ക് ഈ മാസത്തെ ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത കണ്ടന്റുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.